ആട്ടിടയന്മാരുടെ ഗ്രാമമെന്നാണ് പഹൽഗാമിനർത്ഥം. സ്വപ്നങ്ങളുടെ പറുദീസയാണവിടം. ഭൂമി കാത്തുവെച്ച സ്വർഗത്തിലെ മാണിക്യം. കശ്മീരിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ മഞ്ഞണിഞ്ഞ നാട്. കടുകുപൂവിൻ്റെയും കുങ്കുമപ്പൂവിൻ്റെയും നിറമാകും ചില നേരങ്ങളിൽ ആ നാടിന്. ആ ചേലുള്ള നാട്ടിൽ ഇന്നലെ പടർന്നത് ചെഞ്ചോര നിറം. വെടിയുണ്ടകൾ കീറി മുറിച്ച ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ചോരയുടെ നിറം. आतंकवादियों का हम लोग बाल बचे हैं, मगर परमात्मा रक्षा करेगा। अरे नहीं हम लोग फौज हैं, हम लोग बैठो हम लोग फौज हैं। क्या बोलते भेलपुरी खाने से बेहती साइड में था एक इंसान आया, उसने उसको गोली मार दी। यहाँ पे उसने बोला कि ये शायद मुस्लिम नहीं है, उसने उसको गोली मार दी। Okay, you first you give the hands water, drop of water, take a drop of water, sir, please. खुदाया, कहाँ पे है आपका बेटा, कहाँ पे है? बैठो हम लोग फौज हैं, बैठो अरे हम लोग फौजी हैं, इंडियन आर्मी है, बैठो। ये इंडियन आर्मी है। आप लोग कहाँ से आए हो, कहाँ से आए आप लोग? आपके बच्चे कुछ नहीं करेंगे, थोड़ा बताइए। हुआ उमरा चलना यार। ओ ये था कोई दिसता जहांगीर तो यार बिहारियां पीछे जुलदे यार तुम मौत ही कसम है। അവധി ആഘോഷമാക്കാനെത്തിയവർ പല നാടുകളിൽ നിന്ന് പല ദിക്കുകളിലൂടെ സഞ്ചരിച്ച് കുന്നിൻ ചെരുവിലൂടെ കളിയും ചിരിയും കുതിരപ്പുറത്തെ സാഹസവുമായി നടന്നു നീങ്ങിയവർ. അവരെ കാത്തിരുന്നത് മരണദൂതന്മാരായ ഭീകരന്മാർ. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ നിഷ്ഠൂരമായി കൊന്നുതള്ളി. ഇങ്ങ് കേരളം മുതൽ അങ്ങ് ആ മലമുകളിലെ മനുഷ്യൻ വരെ ആ കൂട്ടത്തിലുണ്ട്. പ്രണയത്തിന്റെ താഴ്വരയിൽ വെച്ച് ഹിമാൻഷിയെ ചേർത്തുപിടിച്ച് പുതുജീവിതം സ്വപ്നം കണ്ട വിനയ്. കൊച്ചിയിൽ നാവികസേനാ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന വിനയ് നാർവലും ഹിമാൻഷിയും മധുവിധു ആഘോഷിക്കാനെത്തിയതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ വിനാശം അടുത്തെത്തി. വിനയെ ഭീകരർ ഭാര്യയുടെ കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു. ये जो भीड़ सब है, प्रेशर आप टेंशन मत लो, मेरे पति को बचा लो, हम बचा देगा, कोई बात नहीं भैया। അവളെ വെറുതെ വിട്ട് ഭീകരതയുടെ കൊല്ലാക്കൊല. കൈലണിഞ്ഞ മൈലാഞ്ചിയും ചുവന്ന വളകളും നിറയെ സ്വപ്നങ്ങളും ബാക്കിയായി. ചേതനയറ്റ വിനയിക്കരികിൽ എല്ലാം നഷ്ടപ്പെട്ടവൾ ഇരിക്കുന്ന ചിത്രം രാജ്യത്തിന്റെ, ലോകത്തിന്റെ ചോദ്യചിഹ്നമാണ്. കർണാടകയിലെ വ്യവസായി മഞ്ജുനാഥും ഭാര്യയും തടാകത്തിലെ സിക്കാരയിലെ യാത്ര ആസ്വദിച്ച് നല്ലതു മാത്രം വരട്ടെ എന്ന് ആശംസിച്ച് മലമുകളിലേക്ക് കയറിയതാണ്. हमारा कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस, धन्यवाद, थैंक यू काजल मैम। പേര് ചോദിച്ച് ഓരോരുത്തരെയായി ഭീകരത കൊന്നിട്ടു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട്ടു.
കൊല്ലാതെ വിട്ടത് മോദിയോട് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞ് അവരെ ബാക്കിയാക്കി. കൺമുന്നിൽ അവൾ കണ്ടത് ഒരു മകളും അമ്മയും ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ. നമ്മളെ വാല്യൂ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2:30-2:45 ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അവിടെ കുറെ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായി. ഈ ഹോഴ്സ് റൈഡേഴ്സും കുറെ ഒരു 10-200 ഹോഴ്സുകളും ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വാലിയിൽ നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരു വണ്ടിയൊന്നും നോക്കാണ്ടൊക്കെയാണ് കുതിരകൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്തത് എന്താ ഇങ്ങനെ വരുന്നത്. അപ്പം ഈ ടാക്സി ഡ്രൈവർ അവരോട് ചോദിച്ചപ്പോൾ അവരെന്തെല്ലോ പറയുന്നുണ്ടേ, എന്തോ ചെറിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ലാംഗ്വേജ് ഒരു ലോക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ടാക്സി ഡ്രൈവർക്ക് മനസ്സിലായില്ല. നമുക്ക് റൂമിൽ എത്തുന്നത് വരെ ഈ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. റൂമിൽ വന്നപ്പോഴേക്കും എല്ലാം കസിൻസ് ഒക്കെ വിളിക്കാൻ തുടങ്ങി, നിങ്ങൾ സേഫ് അല്ലേ എന്ന്. അപ്പൊ ഞങ്ങളോർത്ത് ഈ ചെറിയൊരു അടിപിടിക്ക് ഇവരെന്ത് ഇങ്ങനെ ചോദിക്കണേ, ഇവരെന്ത് ഇങ്ങനെ. അപ്പോഴാണ് നിങ്ങൾ ന്യൂസ് കാണുന്നു. ഞങ്ങൾ ന്യൂസ് ഓൺ ആക്കിയപ്പോ തന്നെ 23 പേര് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ കാണാൻ പുറപ്പെട്ടതാണ് പൂക്കളെ സ്നേഹിച്ച, പ്രകൃതിയെ സ്നേഹിച്ച ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ. പെട്ടിയിൽ കണ്ണീർ പൂവായാണ് മടക്കം. മകളുടെ കൺമുന്നിൽ വെച്ചാണ് രാമചന്ദ്രനെ വെടിവെച്ചു കൊന്നത്. മങ്കാട്ട നീരാഞ്ജനം വീട്ടിൽ കണ്ണീരും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു. മരണവാർത്ത ഉൾക്കൊള്ളാനാകാതെ സങ്കടത്തിലാണ് നാട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ. ആരോടും ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ ഞെട്ടലെന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. കാരണം മകളോട് വിളിച്ചപ്പോൾ മകൾ പറഞ്ഞത് ഐഡൻറ്റി ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. ഐഡൻറ്റി ചോദിച്ചാൽ ഐഡൻറ്റി നോക്കി ഉടനെ തലയിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. എന്താണിത്? ഞങ്ങളുടെ NSSൻ്റെ ഒക്കെ സഹപ്രവർത്തകനാണ്. എല്ലാവരുമായിട്ട് നല്ല ഇതാണ്. പഴയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് പുള്ളി. ഇപ്പോൾ വന്നിട്ട് ഒരു 3-4 കൊല്ലം ആയുള്ളൂ റിട്ടയർമെൻറ്റായി വന്നിട്ട്. അപ്പം ഫാമിലിയായിട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോണ ഒരു വ്യക്തിയാണ് പുള്ളി. ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് വിമുക്തരായിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇങ്ങനെ എന്താ പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞ ഞെട്ടൽ തന്നെ. ഞെട്ടലിനോട് മാത്രമല്ല ഒരു ഭീതിമായ ഒരു സ്നേഹമാണ് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും. എന്ത് കാര്യം ഏറ്റെടുത്താലും മുന്നോട്ട് നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അസോസിയേഷൻ കാര്യത്തിൽ പിന്നെ അമ്പലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യം നമ്മൾ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജസ്വലതയായിട്ട് നമുക്ക് ആ സെക്കൻഡ് നമ്മളൊന്നും അറിയില്ല, നമുക്കത് സാധിപ്പിച്ചു തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ ബന്ധുവാണ്. എല്ലാം കൊണ്ടും പുള്ളിക്ക് ഇങ്ങനൊരു സംഭവം വന്നതിൽ ഞങ്ങൾ എന്താ പറയാൻ പറ്റുക, വാക്കുകളില്ല അതിന്. അത്രയ്ക്കും വേദനാജനകമാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിഷുവിൻ്റെ ആഘോഷം, ഒരു നന്മയുടെ ആഘോഷം കഴിഞ്ഞ് പോയ ഒരാൾ, കൊച്ചുമക്കളുമൊത്ത് ആഘോഷിക്കാൻ പോയ ഒരാൾ, നമ്മുടെ സഹോദരൻ, അത് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന വാസ്തവത്തിൽ ഇത് ഞെട്ടിക്കുന്നതാണ്. കാരണം ജമ്മു കാശ്മീർ വളരെ ശാന്തമായി വളരെ ടൂറിസ്റ്റുകൾ മുന്നോട്ട് വരുന്നൊരു കാലഘട്ടത്തിൽ അതിനെ തകർക്കുക എന്ന ലക്ഷ്യവും അതോടൊപ്പം ഇന്ത്യയുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ള ചിന്ത ഇതിൻ്റെ പുറകിലുണ്ട്. ആ തീവ്രവാദം വെറുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കി 2019 ഓഗസ്റ്റിൽ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെ രൂപം കൊണ്ട സംഘടനയാണ് TRF അഥവാ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട്. നിരവധി ഭീകര സംഘടനകളുമായി TRFന് ബന്ധമുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു നിഴൽ സംഘടനയായിട്ടാണ് TRFന്റെ പ്രവർത്തനം. ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനകളുടെ ആശയങ്ങൾ പിന്തുടരുന്നവരോ അല്ലെങ്കിൽ ഒരു കാലത്ത് ആ സംഘടനകളിൽ പ്രവർത്തിച്ചവരോ ആണ് ഇന്ന് TRFിലുള്ളത്. 2019 ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നത്. അന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ച് ജമ്മു കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി അല്ലെങ്കിൽ ജമ്മു കശ്മീർ ജനതയ്ക്കായി തങ്ങൾ പോരാടുന്നു എന്നാണ് TRF സംഘടന സ്വയം വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. ഇതിന്റെ തലവൻ കശ്മീർ ഭീകരനായ ഷെയ്ഖ് സജ്ജദ് ഗുലാണ്. NIA തലയ്ക്ക് വിലയിട്ട വ്യക്തിയാണ് ഈ ഷെയ്ഖ് സജ്ജദ് ഗുൽ. UAPA നിയമത്തിന് കീഴിൽ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷെയ്ഖ് സജ്ജദ് ഗുലിനെ. 2023 TRFിനെ ഇന്ത്യ ഭീകര സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തുന്നത്, ഭീകര സംഘടനയായി മുദ്രകുത്തുന്നത്. ഇവരുടെ ആദ്യ സാന്നിധ്യം ഇവർ അറിയിക്കുന്നത്, ഇവരുടെ ആദ്യ ആക്രമണം എന്ന് പറയുന്നത് 2020 ഏപ്രിൽ 1 കുപ്വാരയിൽ വെച്ചായിരുന്നു. ഈ കുപ്വാരയിൽ വെച്ചുള്ള അന്നത്തെ ആക്രമണം എന്ന് പറയുന്നത് 4 ദിവസത്തോളം നീണ്ടുനിന്നു. 5 പാരാ കമാൻഡോസിന് അന്ന് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ
നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം പിന്നീട് നിരവധി ആക്രമണങ്ങൾ നടത്തി. അതിന് ഏറ്റവും ഒടുവിലായി സംഭവിച്ചതാണ് ഇപ്പോൾ പഹൽഗാമിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഭീകരാക്രമണം. ഇത്രയും ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോഴും ഇവർ അവകാശപ്പെടുന്നത് തങ്ങൾ ജമ്മു കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി, ജമ്മു കശ്മീരിനായി പോരാടുന്ന സംഘടനയാണ് എന്നാണ്. കാശ്മീരിന്റെ പുഞ്ചിരിയിൽ അസ്വസ്ഥരായവർ, ഇന്ത്യയുടെ സമാധാനം സഹിക്കാത്തവർ, ആ ഭീരുക്കളുടെ തോക്കുകളാണ് ഇന്നലെ പഹൽഗാം താഴ്വരയിൽ ചോര ഛർദ്ദിച്ചത്. ലഷ്കർ-ഇ തൊയ്ബ പാലൂട്ടുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകരക്കൂട്ടം. ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞു, സാബ് ബർബാദ് കല്യാണമാണ്, കരഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സർ, പക്ഷെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഇടയിൽ ഇവന്മാർ ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത്, ഹിന്ദു കോനെ മുസ്ലിം കോനെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിൻ്റെ റിപ്രിക്കഷൻസ് ഉണ്ടായിരിക്കും. ഈ ലഷ്കർ-ഇ തൊയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ, അത് അമീൻദാറിൻ്റെ സമയം തൊട്ടിട്ട്, അത് 80s ഈ അമീൻദാർ മാഗം വില്ലേജിൽ നിന്നുള്ള അമീൻദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഈ അവൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കർ-ഇ തൊയ്ബയുടെക്കെല്ലാം ഫുൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്ന് അവരുടെ ജീവിതത്തിൽ മുഴുവൻ മറക്കാൻ പറ്റാതെ അവർ ഈ വേദന കൊണ്ട് തന്നെ ജീവിച്ചു പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലുള്ള ഒരു ദുഷ്ട മനസ്ഥിതിയോട് കൂടി ചെയ്തിട്ടുള്ളൊരു മിലിറ്റന്റ് അറ്റാക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലേക്ക് ഇന്ന് മാധ്യമപ്രവർത്തകരെയോ വിനോദസഞ്ചാരികളെയോ കടത്തിവിട്ടിരുന്നില്ല. പഹൽഗാമിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ശക്തമായി നടക്കുകയാണ്. കരസേനയ്ക്ക് പുറമെ ജമ്മുകാശ്മീർ പോലീസും ഈ തെരച്ചിലിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച തലച്ചോറുകൾ തക്കം പാത്തിരുന്നു. സയ്യിദ് കസൂരി എന്ന ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറാണ് സൂത്രധാരൻ. കൂടെ മതമൗലികവാദം മതമാക്കി മാറ്റിയ ഭീകരരും. ധാരാളം ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ദൽ ലേക്കിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ തുറന്ന ഏരിയ ആണ്. അപ്പൊ അത് എങ്ങും ഒളിച്ചോടാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒളിച്ചിരിക്കാനോ സാധിക്കില്ല. ആ 10-50 പേര് ഗ്രൂപ്പ് അവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര്
ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് ഓരോരുത്തരെയും നോക്കി ഓരോരുത്തർക്കും ഓരോ വെടിയുണ്ട എന്നുള്ള നിലയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം അവർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ലൊക്കേഷനെ പ്ലാൻ ചെയ്തതും ഈ ലൊക്കേഷൻ അവർ ചൂസ് ചെയ്തത്. ഡെഫിനറ്റ്ലി ഒരു മേജർ ഇമ്പാക്ട് ഉണ്ടാവും ഓൺ ദ ടൂറിസം, ഓൺ ദ റിലേഷൻഷിപ്സിൽ, നമ്മുടെ ടെററിസത്തിനെ പറ്റി നമ്മുടെ ഒരു അപ്രോച്ചിലും എല്ലാത്തിനും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാവും. മോസ്റ്റ് ഇമ്പാക്ട് ഈസ് ഓൺ ദ ടൂറിസം. കാരണം ഇപ്പോൾ ടൂറിസം സീസൺ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വാസ് ഡൂയിങ് വെരി വെൽ ഇൻ ദി ന്യൂ കശ്മീർ. അപ്പോൾ അതിനെ മുടക്കാൻ വേണ്ടിയിട്ടാണ് ദിസ് അറ്റാക്ക് ഹാസ് ഹാപ്പൻ. പ്ലസ് ഓഫ് കോഴ്സ് മെനി അതർ മെസ്സേജസ് വിച്ച് കംസ് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ്. രാജ്യത്തിന് ഒരിക്കലും മറക്കാനും പൊറുക്കാനുമാകാത്ത നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടന. പെഹൽഗാമിൽ ചോര വീഴ്ത്തിയ TRFനും മുഖ്യ സൂത്രധാരനായ സൈഫുള്ള കസൂരിക്കും നേതൃത്വം നൽകുന്നത് ഇതേ ലഷ്കർ-ഇ-തൊയ്ബയാണ്. 1985-86 കാലഘട്ടത്തിൽ രൂപീകൃതമായ കൊടും ഭീകര സംഘടനയാണ് ലഷ്കർ-ഇ-തൊയ്ബ. ഹാഫിസ് സെയ്ദാണ് നേതൃത്വം നൽകുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സെയ്ദ്. രാജ്യത്തിന്റെ പ്രധാന ശത്രു. പെഹൽഗാമിൽ ചോര വീഴ്ത്തിയ കൊടും ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ സൈഫുള്ള കസൂരി ഈ പറയുന്ന ഹാഫിസ് സെയ്ദിന്റെ വലം കൈയാണ്. എന്താണ് ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉദ്ദേശം? കശ്മീരിനെ പാകിസ്ഥാനിൽ ലയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, വിവിധ ഭീകര സംഘടനകളിൽ നിന്നുൾപ്പെടെ ഇവർക്ക് സാമ്പത്തികമായും ആയുധമായും ഉൾപ്പെടെ ഇവർക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. ഒസാമ ബിൻ ലാദൻ പോലും സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. ഇത് മാത്രമല്ല, പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സഹായം പോലും ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാരന് നേരെ പോലും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന കൊടും ഭീകര സംഘടനയാണ് ഈ ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്നത്. അവർ നടത്തിയിട്ടുള്ള ഓരോ ആക്രമണങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒരു കാര്യം കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയത് ഇവയാണ്. 2000 ഡിസംബർ 22-ന് ഡൽഹി ചെങ്കോട്ട ആക്രമണം. 4 ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു, ഒരാളെ പിടികൂടുന്നു. അതിൽ 2 സൈനികർ ഉൾപ്പെടെ 3 പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. 2006 ജൂലൈ 11-ന് മുംബൈയിലെ സബർബൻ റെയിൽ നെറ്റ്വർക്കുകളിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 200ഓളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണം. 2008 നവംബർ 26-ന് 170-ലധികം പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ ആ വലിയ ഭീകരാക്രമണത്തിന് പിന്നിലും ഇതേ ലഷ്കർ-ഇ-തൊയ്ബയുടെ കരങ്ങളായിരുന്നു. അതിൽ പിടികൂടിയ അജ്മൽ കസബിനെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് ഉൾപ്പെടെ കണ്ടു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തോടുകൂടി വീണ്ടും ലഷ്കർ-ഇ-തൊയ്ബ എന്ന പേര് ഉയർന്നു കേൾക്കുകയാണ്. രാജ്യത്തിന് ഇനിയും പൊറുക്കാനാകില്ല. കനത്ത തിരിച്ചടിക്കായി ഒരുങ്ങുകയാണ് ഇന്ത്യ. टेररिज्म के खिलाफ हमारी जीरो टॉलरेंस की पॉलिसी है. भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा. और हम सिर्फ उन लोगों तक नहीं पहुंचेंगे जिन्होंने इस घटना को अंजाम दिया है. हम उन तक भी पहुंचेंगे जिन्होंने पर्दे के पीछे बैठकर हिंदुस्तान की सरजमी पर ऐसी नापाक हरकतों की साजिशें रची हैं जिसको ऐसे किसी भी आतंकी गतिविधियों से किसी भी सूरत में डराया नहीं जा सकता. ऐसी हरकतों का जिम्मेदार और इसके जिम्मेदार लोगों को आने वाले कुछ ही समय में जोरदार तरीके से नजर आएगा. मैं देशवासियों को आश्वस्त करना चाहता हूँ. കാശ്മീരിൽ സമാധാനം ഉണ്ടാകാനും കാശ്മീരിലെ ജനങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടാനും അതുവഴി അവർ സന്തോഷത്തോടെ ജീവിക്കാനും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് തീർച്ചയാണ്. അതാണ് വളരെ വ്യക്തമാണ്. കാശ്മീരിൽ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ടൂറിസ്റ്റുകളുടെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ഈ രാഷ്ട്രം ഒറ്റക്കെട്ടാകുന്നു. 2 ശബ്ദമില്ല. ഇതിന് തിരിച്ചടി കൊടുക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ തീരുമാനമെടുത്ത് സൈന്യത്തോട് പറയുക, ഈ രാഷ്ട്രം ഇന്ത്യ ഒറ്റക്കെട്ടായി ഇതിനെ തിരിച്ചടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ശബ്ദം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയലത്തൊളിപ്പിച്ചു വെച്ച ഭീകരത പുറത്തുവന്നു. പലതവണ പാത്തും പതുങ്ങിയും പറഞ്ഞത് പാകിസ്ഥാൻ പരസ്യമായി പറഞ്ഞു. പാകിസ്ഥാൻ സർക്കാരിനെ പാവയാക്കി സൈന്യം ഭരിക്കുകയാണ്. മതം പറഞ്ഞ് കാശ്മീരിന്റെ ഉള്ളു നോവിച്ച്.
stance on Kashmir is absolutely clear. It was our jugular vein. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. നിങ്ങളുടെ ദുഷിച്ച രക്തമോടുന്ന നാടിയല്ല കശ്മീർ, ഈ രാജ്യത്തിൻ്റെ ഹൃദയമാണ്. അവിടെ പൊടിഞ്ഞത് ഞങ്ങളുടെ ചോരയാണ്. ഞങ്ങൾക്ക് നോവുന്നുണ്ട്. പകരം ചോദിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? Jai Hind.